ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത ദൈവവചന ശുശ്രൂഷയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കർത്താവിൻ്റെ പ്രിയൻ ആയിരിക്കുന്നതിൽ അഭിമാനിക്കുക എന്നതിനെക്കുറിച്ചാണ്. സങ്കീർത്തന പുസ്തകം 37 അധ്യായം 23 തിരുലിഖിതം. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഈ അന്ത്യകാലത്ത് ആത്മാവിൻ്റെ അഭിഷേകത്തെ പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെയാണല്ലോ ഇന്ന് ഞാനും നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സഭാപ്രസംഗകന്റെ പുസ്തകം 9 അധ്യായം 11 തിരുലിഖിതം. സൂര്യന് കീഴെ ഓട്ടം വേഗമുള്ളവനോ, യുദ്ധം ശക്തിയുള്ളവനോ, അപ്പം ജ്ഞാനിക്കോ, ധനം ബുദ്ധിമാനോ, അനുഗ്രഹം സമർത്ഥനോ അല്ല ലഭിച്ചിരിക്കുന്നത് എന്ന് ഞാൻ കണ്ടു. ആർക്കാണ് ഈ അനുഗ്രഹങ്ങൾ കർത്താവ് ഒരുക്കിയിരിക്കുന്നത്? യെശയ്യാ 66:2. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. സങ്കീർത്തന പുസ്തകം 33 അധ്യായം 17 കുതിരയെ കൊണ്ട് ജയിക്കാം എന്ന ആശ വ്യർത്ഥമാണ്. അതിൻ്റെ വലിയ ശക്തി കൊണ്ട് അതിനെ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയില്ല. ഇതാ തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ഓ ദൈവമേ, ഈ മണിക്കൂറിൽ ഹൃദയത്തിൽ എളിമപ്പെട്ട് അങ്ങേ ആരാധിക്കാനുള്ള അഭിഷേകം ഓരോ മകൻ്റെയും മകളുടെ മേൽ ചൊരിയണമേ കർത്താവേ. ഈ ദാസന്മാരുടെ മേൽ ഈ നിമിഷങ്ങളിൽ ഉന്നതമായ കൃപയുടെ പ്രവാഹം ഉണ്ടാകട്ടെ. നാളിതുവരെ ആത്മീയ കാര്യങ്ങളോട് മറുതലിച്ച് നിന്ന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് ഹൃദയം കല്ലിച്ചു പോയ ഓരോ മകന്റെ മേലും മകളുടെ മേലും അങ്ങയുടെ അഭിഷേകത്തിന്റെ തീജ്വാലകൾ ഇപ്പോൾ പ്രവഹിച്ചു കൊണ്ടിരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ഓ ദൈവമേ, കുടുംബങ്ങളെ വിടുവിക്കണമേ. ഓ ദൈവമേ, ഓരോ സമൂഹത്തെ ഇപ്പോൾ അങ്ങനെ ആത്മാവിനെ നിറച്ച് ജ്വലിപ്പിക്കണമേ. എല്ലാ അന്ധകാര പിടകളും വിട്ടുപോകട്ടെ. ദുർബാധകളും ദുർഭൂതങ്ങളും ദുർശക്തികളും നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവമക്കളിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. തിരുലിഖിതം 127 സങ്കീർത്തനത്തിൽ 2 വാക്യത്തിൽ പഠിപ്പിക്കുന്നു, തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് കൊടുക്കുന്നു. തൻ്റെ പ്രിയനെ മാനിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. കർത്താവിൻ്റെ പ്രിയനായിരിക്കുക എന്നതിന് വിലയുണ്ട്. ഈ ഭൂമിയിൽ ഒരു വിശുദ്ധനായിരിക്കുക എന്നുള്ളത്, ദൈവഭക്തി ജീവിക്കുക എന്നുള്ളത് ഒരു നിസ്സാരമായ കാര്യമല്ല. സ്വർഗം മാനിക്കുന്ന, സ്വർഗത്തിൻ്റെ പ്രത്യേകമായ അംഗീകാരമുള്ള ഒരു ജീവിതമാണ് വിശുദ്ധ ജീവിതം. ഇതിനെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ജോഷുവയുടെ പുസ്തകമാണ്. ജോഷുവയുടെ പുസ്തകത്തിൽ ഇതാ ജോഷുവ കഠിനമായൊരു പ്രതികൂലത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ശത്രുക്കളോടുള്ള ഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വിധത്തിലും ശത്രുക്കളെ തോൽപ്പിക്കാനോ അവരുടെ കുതന്ത്രങ്ങളെ തകർക്കാനോ സാധിക്കാത്ത വിധം ജോഷുവ പ്രയാസപ്പെടുകയാണ്. ആ സമയത്ത് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തിന് പ്രിയങ്കരനായി, ദൈവത്തിൻ്റെ പ്രിയനായി, ദൈവഭക്തിയിൽ അഭിമാനം കൊണ്ട് ജീവിച്ചിരുന്ന ജോഷുവ നിന്ന സ്ഥലത്ത് നിന്ന് ആ നിലത്തേക്ക് ചവിട്ടിയിട്ട് ഉറക്കെ പ്രഖ്യാപിച്ചൊരു ഭാഗമുണ്ട്. അതാണ് ജോഷുവ 10-12 മുതലുള്ള തിരുലിഖിതങ്ങൾ. കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമ്മോന്യനെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷുവ അവിടത്തോട് പ്രാർത്ഥിച്ചു.
അനന്തരം അവർ കേൾക്കെ ഉറക്കെ പറഞ്ഞു, സൂര്യ നീ ഗബയോനിൽ നിശ്ചലമായി നിൽക്കുക, ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിലും നിൽക്കുക. അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നത് വരെ സൂര്യൻ നിശ്ചലമായി നിന്നു, ചന്ദ്രൻ അനങ്ങിയതുമില്ല. യാഷാറിന്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ ആകാശമധ്യേ ഒരു ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കാതെ നിന്നു. കർത്താവ് ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും അതിന് പിമ്പും ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രംഗം നിങ്ങളൊന്ന് ഭാവന കണ്ടു നോക്ക്. ഘോരമായ യുദ്ധം നടക്കുകയാണ്. 5 രാജാക്കന്മാർ ഒറ്റക്കെട്ടായി സഖ്യകക്ഷികളായും ഇതാ ഈ ഇസ്രായേൽ ജനത്തിനെതിരെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിൽ ജോഷുവയ്ക്ക് മുന്നേറാൻ വളരെ പ്രതികൂലാനുഭവപ്പെട്ടപ്പോൾ ജോഷുവ ആയുധബലത്തിലല്ല ആശ്രയിച്ചത്, ജോഷുവ സൈന്യശക്തിയിലല്ല ആശ്രയിച്ചത്. ജോഷുവ തന്റെ വിശുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് അവിടെ നിന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, സൂര്യ നീ ഗിബയോൻ താഴ്വരയിൽ നിൽക്കുക, ചന്ദ്ര നീ അയ്യോലോൻ താഴ്വരയിൽ നിൽക്കുക. ഇനി തന്റെ ശത്രുക്കളോട് പൊരുതി തോൽപ്പിച്ചിട്ടല്ല നീ അനങ്ങിപ്പോകരുത് എന്ന് സൂര്യചന്ദ്രന്മാരോട് വിശുദ്ധിയുടെ ജീവിതത്തിന്റെ നിറകുടത്തിൽ നിന്നിരുന്ന ജോഷുവ തന്റെ അതരം തുറന്ന് സകലരും കേൾക്കെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുകയാണ്. അവിടെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുകയാണ്. കാരണം വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വാക്കിന് സ്വർഗം വില കൊടുക്കുന്നുണ്ട്. ഇതാ ദൈവത്തിന്റെ ശക്തി പ്രവഹിച്ചു. ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് സൂര്യൻ അവിടെ നിന്നു. ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് ചന്ദ്രൻ അവിടെ നിന്നു. വെറും ഒരു മനുഷ്യനല്ല, ഒരു ഡൂക്കിലെ മനുഷ്യനല്ല, ജഡത്തിന്റെ വെറുക്കൂത്തിൽ മുഴുകിയ ഒരു മനുഷ്യനല്ല. ദൈവത്തിന്റെ ദാസൻ, വിശുദ്ധ ജീവിതത്തിൽ അഭിമാനം പൂണ്ടിരുന്നവൻ, കർത്താവിന്റെ പ്രിയനായിരിക്കാൻ വേണ്ടി രാപ്പകലുകൾ കണ്ണിൽ എണ്ണയൊഴിച്ച് അധ്വാനിച്ചുകൊണ്ടിരുന്ന കർത്താവിന്റെ പ്രിയൻ ഒരു വാക്കരുളി ചെയ്തു. ഇതാ സൂര്യൻ അതിന് ചെവിയോർത്തു, ചന്ദ്രൻ അതിന് വില കൊടുത്തു, അനങ്ങാതെ നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. പ്രഭാഷകന്റെ പുസ്തകം 46-ാം അധ്യായം. ഉന്നതനായ കർത്താവിനെ അവൻ വിളിച്ചപേക്ഷിച്ചു, ശക്തമായ കന്മഴ അയച്ച് അവന് അവിടുന്ന് ഉത്തരമരുളി. ജനതയെ അവൻ യുദ്ധത്തിൽ തകർത്തു. കർത്താവിന്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അവൻ ശക്തനായവനെ പൂർണ്ണമായും പിഞ്ചെന്നു. ദൈവത്തിന്റെ ദാസൻ ദൈവത്തിന്റെ വഴികളെയും ദൈവത്തിന്റെ വചനങ്ങളെയും പൂർണ്ണമായും പിഞ്ചെന്നപ്പോൾ കർത്താവ് കന്മഴ അയച്ച് അവൻ ഉത്തരം കൊടുത്ത്, കർത്താവ് ഇടിമുഴക്കങ്ങളിലൂടെ അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി. ഇതാണ് വിശുദ്ധ ലിഖിതങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇതുപോലെ ദൈവത്തിന് പ്രിയങ്കരമായി ജീവിച്ച മറ്റൊരു വ്യക്തിയുടെ ചരിത്രം രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. രാജാക്കന്മാർ 2-ാം പുസ്തകം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആ ദൈവദാസന്റെ പേരാണ് ഹെസക്കിയ രാജാവ്. ഹെസക്കിയായിക്ക് തൻ്റെ മുൻഗാമികളും പിൻഗാമികളും ഒരുപാട് പേര് പാപത്തിൽ പൂണ്ട് നാടിനെ അപമാനിച്ചപ്പോൾ, ദേശത്തെ ശാപഗ്രസ്തമാക്കിയപ്പോൾ ഹെസക്കിയ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് വിശുദ്ധമായി ജീവിക്കാൻ വേണ്ടി അധ്യധ്വാനം ചെയ്ത് തൻ്റെ മുൻഗാമികൾ വഴി പാപാന്തകാരം കൊടുമ്പിരിക്കൊണ്ട രാജ്യത്ത് ദൈവവചനത്തിൻ്റെ വെള്ളി വെളിച്ചം കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം അധ്വാനിച്ചു. കർത്താവിന് ഒരു പ്രിയനായിരിക്കുന്ന അദ്ദേഹം അഭിമാനം കൊണ്ട് ദൈവഭക്തിയിൽ അദ്ദേഹം ആശ്രയം വെച്ച് ഒരു വിശുദ്ധ ജീവിതത്തിന് വിലയുണ്ട് എന്ന് അദ്ദേഹം ഹൃദയത്തിൽ നിശ്ചയിച്ചുറപ്പിച്ച് അങ്ങനെ അദ്ദേഹം ദൈവിക കാര്യങ്ങളിൽ അഭിമാനത്തോടെ മുന്നേറുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രോഗഗ്രസ്തനായി മാറുന്നത്. രോഗഗ്രസ്തനായി മാറിയ അദ്ദേഹത്തോട് ദൈവം തൻ്റെ പ്രവാചകനായി അറിയിച്ചു, നിന്റെ ഭവനത്തിലെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുക, നീ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരിക്കും. അദ്ദേഹത്തിൻ്റെ മരണം നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. എന്നാൽ ഹെസക്കിയ തൻ്റെ ശിശു സഹജമായ നിഷ്കളങ്കതയോടെ തൻ്റെ വിശുദ്ധിയിൽ ഊന്നി നിന്നുകൊണ്ട് അവൻ ദൈവപുത്രൻ്റെ ഒരു സ്വാതന്ത്ര്യം എടുക്കുകയാണ്. അവൻ ഈ വാർത്ത കേട്ടപ്പോൾ ചുമരിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്ന് അവൻ കരയുകയാണ്. അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവമേ, എൻ്റെ ഈ ആയുസ് അല്പം കൂടെ നീട്ടിത്തരണം. ഇത് രാജാക്കന്മാർ 2-ാം പുസ്തകം 20-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. ഹെസക്കിയ ചുമരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ,
എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുമ്പിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് അവിടുന്ന് ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു. ദൈവത്തിൻ്റെ ഒരു വിശുദ്ധ പൈതൽ, ദൈവത്തിൻ്റെ പ്രിയൻ ദുഃഖത്തോടെ കരയുമ്പോൾ ദൈവം ഇടപെടും, സ്വർഗം ഇടപെടും, സ്വർഗത്തിന് ശക്തിയോടെ വ്യാപരിക്കും. ഇതാ യേശയ്യ കൊട്ടാരാങ്കണം വിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. യേശയ്യ തിരികെ വന്ന് ഹെസക്കിയായോട് പറഞ്ഞു, നിന്റെ ആയുസ് 15 വർഷം കൂടെ കർത്താവ് ദീർഘിപ്പിച്ചിരിക്കുന്നു. ഉടനെ ഹെസക്കിയായിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം മരണകരമായ അവസ്ഥയിൽ കിടന്ന് അദ്ദേഹം ഞെളുകിരിക്കൊള്ളുകയാണ്. 3 ദിവസങ്ങൾക്കുള്ളിൽ മരിക്കും, അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്. അപ്പോഴാണ് പ്രവാചകൻ വീണ്ടും തിരിച്ചു വന്ന് പറയുന്നത്, ഇതാ നിന്റെ ആയുസ് 15 വർഷം കൂടെ ദീർഘിപ്പിച്ചിരിക്കുന്നു. വിശ്വസിക്കാൻ പറ്റാതെ ഹെസക്കിയ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് ഹെസക്കിയായ്ക്ക് വീണ്ടും ഒരു ശിശു സഹജമായ ഒരു കുസൃതി. അവൻ ഉടനെ തന്നെ ദൈവത്തോട് ഒരു അടയാളം ചോദിക്കുകയാണ്. ദൈവം ഇത് ചെയ്യുമെന്ന് എന്താണ് ഒരു അടയാളം? ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അടയാളം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു പ്രിയനായിരിക്കുന്ന കർത്താവിൻ്റെ ഒരു പ്രിയനാണെങ്കിൽ കർത്താവിൻ്റെ അരികത്ത് എന്തും പറയാം, എന്തും ചെയ്യാം, കർത്താവിൻ്റെ കൂടെ നടക്കാം. കർത്താവിൻ്റെ അരികത്ത് അവന് സ്വാതന്ത്ര്യമുണ്ട്. ഇതാ ഹെസക്കിയ ആ പുത്രസഹജമായ സ്വാതന്ത്ര്യത്തോടെ ചോദിക്കുകയാണ് ഒരു അടയാളം. ഇത് നടക്കുമെന്നതിനൊരു അടയാളം. ഉടനെ പ്രവാചകൻ ഹെസക്കിയോട് പറഞ്ഞു, നിനക്ക് എന്ത് അടയാളം വേണമെങ്കിലും തരാൻ ദൈവസന്നദ്ധനാണ്. നിനക്ക് വേണ്ടി ഇത് നടക്കുമെന്നതിന് ഘടികാരത്തിലെ നിഴൽ 10 അടി മുമ്പോട്ട് പോകണോ 10 അടി പുറകോട്ട് പോകണോ, നീ ഒരു അടയാളം ചോദിച്ചോ. ഉടനെ ഹെസക്കിയ ചിന്തിച്ചു, ഘടികാരത്തിന് നിഴൽ മുമ്പോട്ട് പോവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികം, സാധാരണ നടക്കുന്ന കാര്യം. എന്നാൽ പുറകോട്ട് പോയത് ലോകചരിത്രത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ല. അതുകൊണ്ട് ഹെസക്കിയ ദൈവസന്നിധിയിൽ അവൻ പറഞ്ഞു, ഘടികാരത്തിൽ നിഴൽ 10 അടി പുറകോട്ട് പോകട്ടെ. ഇത് നമ്മൾ വായിക്കുന്നത് രാജാക്കന്മാർ 2-ാം പുസ്തകം 20-ാം അധ്യായം അതിൽ 10 മുതലുള്ള തിരുലിഖിതങ്ങൾ. ഹെസക്കിയ പറഞ്ഞു, നിഴൽ 10 അടി മുമ്പോട്ട് പോവുക എളുപ്പമാണ്, അതിനാൽ പുറകോട്ട് പോകട്ടെ. അപ്പോൾ യെശയ്യാ പ്രവാചകൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് ആഹാസിന്റെ ഘടികാരത്തിൽ നിഴലിനെ 10 അടി പുറകോട്ട് മാറ്റി. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 48-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 48-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം, അവന്റെ പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ അവൻ ഉറച്ചു നിന്നു, അതുകൊണ്ട് അവന്റെ കാലത്ത് സൂര്യനെ കർത്താവ് 10 അടി പുറകോട്ട് ചലിപ്പിച്ചു. അവന്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് നടന്നു. ഇതെന്നും വായിക്കുന്നത് പ്രഭാഷകൻ 48:22. അവന്റെ കാലത്ത് സൂര്യൻ 10 അടി പുറകോട്ട് സഞ്ചരിച്ചു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ പ്രിയനായിരിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായം 23-ാം വാക്യം, തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായത്തിൽ മറ്റൊരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തൻ്റെ ജീവനേക്കാൾ അധികം വിശുദ്ധിയെ സ്നേഹിച്ച എളിയൊരു ദൈവ പൈതലാണ് പൂർവ്വപിതാവായ ജോസഫ്. ഇദ്ദേഹം വിശുദ്ധി അങ്ങേറ്റം മാനിച്ചതുകൊണ്ട് അദ്ദേഹം പോകുന്ന എല്ലാ വഴികളിലും ദൈവം അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു അനുഭവം ജോസഫിന് ലഭിച്ചു. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിൽ 2-ാമത്തെ വാക്യം, കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വിശുദ്ധിയോടെ ഞാനും നിങ്ങളും ജീവിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു കാര്യം ഉറപ്പായും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്, അവൻ്റെ കൂടെ ദൈവമുണ്ട്. അവൻ്റെ മേൽ കർത്താവിൻ്റെ കണ്ണുകളുണ്ട്. അവൻ ഇരിക്കുന്നിടത്തും അവൻ നിൽക്കുന്നിടത്തും കർത്താവുണ്ട്. ഇത് ദൈവവചനം നൽകുന്ന ഉറപ്പാണ്. ഉൽപ്പത്തി 39:2, കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. ഈജിപ്തുകാരനായ യജമാനന്റെ വീട്ടിലായിരുന്നു അവൻ. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ മംഗളകരമാക്കുന്നെന്നും അവൻ്റെ യജമാനന് മനസ്സിലായി. കർത്താവ് അവൻ്റെ കൂടെ നടന്നുകൊണ്ട് അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മംഗളകരമാക്കുന്നുവെന്ന്
ജാതികൾക്ക് മനസ്സിലാകാൻ തക്കവണ്ണം ജോസഫിന്റെ കൂടെ കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 16:7, ഒരുവന്റെ വഴികൾ ദൈവത്തിന് പ്രീതികരമാകുമ്പോൾ അവന്റെ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. ദൈവം അവന്റെ ശത്രുക്കളെ പോലും അവന് കീഴ്പ്പെടാൻ തക്കവണ്ണം അവന്റെ മുമ്പിൽ അവന്റെ ശത്രുക്കളെ ദൈവം എളിമപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ ഞാനും നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും നിങ്ങൾ വിശുദ്ധമായി ജീവിച്ചാൽ, ഞാൻ നിങ്ങൾ കർത്താവിൻ്റെ വഴികളിലൂടെ നടന്നാൽ, ഞാനും നിങ്ങൾ മാത്രമല്ല, ഞാനും നിങ്ങൾ എവിടെയൊക്കെ പോകുന്നോ, എവിടെയൊക്കെ വ്യാപരിക്കുന്നോ, അവിടെ ആ ദേശത്തെയും ആ വീടുകളെയും ആ സ്ഥാപനങ്ങളെ പോലും കർത്താവ് ഈ വിശുദ്ധിയെ മാനിച്ച് അനുഗ്രഹിക്കുമെന്ന് തിരുലിഖിതങ്ങളിൽ കാണുകയാണ്. ഈ ജോസഫ് പൊത്തീഫറിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ വചനം പഠിപ്പിക്കുന്നു, കർത്താവ് ജോസഫിനെ ഓർത്ത് പൊത്തീഫറിന്റെ ഭവനത്തെ അനുഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സിറിയ രാജാവിന്റെ സൈന്യാധിപനായിരുന്നു നാമാൻ. ഈ നാമാനോട് ദൈവത്തിന് വലിയ പ്രിയമായിരുന്നത് കൊണ്ട് നാമാനെ പ്രതി സിറിയ രാജ്യം മുഴുവനെയും കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. നാമാൻ അവിടെ ഉണ്ടെന്ന ഒറ്റ കാരണത്താൽ സിറിയ രാജ്യം മുഴുവനെയും കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രിയനായിരിക്കുന്നവരെ കർത്താവ് ജാതികളുടെ മുമ്പിൽ, ജനതകളുടെ മുമ്പിൽ, തലമുറകളുടെ മുമ്പിൽ അഭിമാനത്തോടെ ഉയർത്തി നിർത്തുന്നു എന്ന് തിരുലിഖിതങ്ങളിൽ നമ്മൾ കാണുകയാണ്. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ഒരു വിശുദ്ധ ജീവിതം അത് വിലയുള്ള ജീവിതമാണ്. കർത്താവിന്റെ വചനത്തെ അനുസരിച്ചുള്ള ജീവിതം, സന്ധ്യാപ്രാർത്ഥന നടത്തിക്കൊണ്ടുള്ള ജീവിതം, എല്ലാ സാബത്തുകളും ആചരിച്ചുകൊണ്ട് സാബത്തിലെ ഒരു ദിവസം പോലും തോന്നിയാസത്തിന് പോകാതെ കർത്താവിന്റെ സാബത്തിനെ വിശുദ്ധമായി ആചരിക്കുന്ന ഒരു ജീവിതം അത് വിലയുള്ളൊരു ജീവിതമാണ്. മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് അനുസരിക്കുന്ന ഒരു ജീവിതം അത് വിലയുള്ളൊരു ജീവിതമാണ്. മുടങ്ങാതെ സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്നൊരു ജീവിതം അത് വിലയുള്ളൊരു ജീവിതമാണ്. അനുസരണത്തിന്റെ, വിശുദ്ധിയുടെ, ക്ഷമയുടെ, ദൈവകൃപയുടെ ജീവിതം അതിനെ കർത്താവ് മാനിക്കുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം 18-19 വാക്യങ്ങൾ. വരണ്ടത് കുതിർന്നത് ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നാലും എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് തന്നെ തന്നെ അനുഗ്രഹിക്കുന്നവൻ വിഷഫലം കായ്ക്കുന്ന കയ്പ് വൃക്ഷത്തിന്റെ വിഷവേരെന്ന് അരുളി ചെയ്ത ദൈവമേ, അവിടുന്ന് തന്നിഷ്ടപ്രകൃതി അംഗീകരിക്കുന്നില്ലല്ലോ, അവിടുന്ന് തോന്നിവാസത്തെ അംഗീകരിക്കുന്നില്ലല്ലോ, താൻ പോരുമ ഭാവത്തെ അംഗീകരിക്കുന്നില്ലല്ലോ. അങ്ങയുടെ അരൂപിക്ക് വിധേയപ്പെട്ട് വചനത്തെ അനുസരിച്ച് ദൈവഭക്തിയുടെ അഭിമാനം കൊണ്ട് ജീവിക്കുന്ന ജീവിതങ്ങളെ അവിടുന്ന് വാനോളം ഉയർത്തുന്നല്ലോ കർത്താവേ. ആരാധന, ആരാധന. ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിഷ്ടം വിട്ട് ദൈവഭക്തിയിലേക്ക് തിരിയാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നിഷ്ടത്തിന്റെ അരിവുകളെ യേശുനാമത്തിൽ ശാസിക്കുന്നു. തോന്നിവാസത്തിന്റെ ആത്മാവിനെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. ദൈവഭക്തിയുടെ അഭിഷേകം നിറയട്ടെ, ദൈവഭക്തിയുടെ കൃപ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തന പുസ്തകം 127-ാം അധ്യായം 2-ാം വാക്യം. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. ഹല്ലേലൂയ. ആർദ്രതയോടെന്നും കാക്കും
സഭാപ്രസംഗകന്റെ പുസ്തകം 11-ാം അധ്യായം 4-ാം തിരുലിഖിതം. കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല. കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിതത്തിന്റെ എല്ലാ ദുഃഖങ്ങളും വെളിപ്പെടുത്തി പ്രാർത്ഥിക്കട്ടെ. പിന്നെ പ്രാർത്ഥിക്കാം, ഒരു മൂഡ് വരുമ്പോൾ പ്രാർത്ഥിക്കാം, നന്നായിട്ടൊന്ന് ഒരുങ്ങിയിട്ട് നാളെ പ്രാർത്ഥിക്കാം. മകനെ മകളെ നീ ചിന്തിക്കരുത്. ഇതാ രക്ഷയുടെ നിമിഷം. ഇതാ കർത്താവ് അരികത്തുള്ള ഈ സമയത്ത് തന്നെ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുക. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഓ ദൈവമേ, ഈ അത്ഭുത നിമിഷങ്ങളിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ചൊരിയുന്ന ഈ സമയത്ത് ദൈവമേ, രോഗികളുടെ മേൽ ഇപ്പോൾ അവിടുന്ന് കൈകൾ വെക്കണമേ. കിടപ്പ് രോഗികളുടെ മേൽ അവിടുന്ന് കൈകൾ വെക്കണമേ. മാറാ രോഗങ്ങൾ, എത്ര ചികിത്സിച്ചിട്ടും സൗഖ്യം കിട്ടാത്ത രോഗത്തിന്റെ മേൽ അങ്ങയുടെ നാമം മിന്നൽ പിണറുകൾ പോലെ ഇപ്പോൾ പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, തഴക്കദോഷങ്ങൾ, എത്ര ശ്രമിച്ചിട്ട് വിട്ടുമാറാത്ത മദ്യപാനം, എത്ര ശ്രമിച്ചിട്ട് വിട്ടുമാറാത്ത മയക്കുമരുന്നിന്റെ അടിമത്തം, വഴക്കാളി സ്വഭാവം, താൻപോരിമ ഭാവം, എതിർചിന്ത, വിശ്വാസക്കുറവ്, യുക്തിവാദത്തിന്റെ ആധിപത്യം, അവിശ്വാസം, ദൈവിക കാര്യങ്ങളോട് താല്പര്യമില്ലായ്മ, ഹൃദയം അടഞ്ഞിരിക്കുന്ന അവസ്ഥ, ഹൃദയം കല്ലിച്ചു പോയ അവസ്ഥ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ദൈവിക കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റാത്ത വിധം മന്ദിച്ചു പോയ ഹൃദയങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുതകരമായ സ്പർശനം ഇപ്പോൾ ലഭിക്കട്ടെ. തലമുറകളായി ശാപക്കെട്ടുകളിരിക്കുന്നവരുന്ന് ശാപത്തിന്റെ കെട്ടുകളഴിഞ്ഞു ഈ നിമിഷം വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. എൻ്റെ പേര് ജോജു തോമസ്. ഞാൻ പാലക്കാട് ജില്ലയിലെ ധോണി എന്ന ദേശത്തുകാരനാണ്. മൈസൂരിൽ സ്ഥിരതാമസത്തിൽ കഴിയുന്നു. 2009 ഏപ്രിൽ മാസത്തിൽ അമേരിക്കയിലൊരു ബിസിനസ് ആവശ്യത്തിന് പോകാൻ ഇടയാവുകയും നോർത്ത് കരോലൈന സ്റ്റേറ്റിലെ ഷാർലറ്റ് എന്ന സ്ഥലത്ത് വെച്ച് എനിക്ക് സെറിബ്രൽ മെനഞ്ചൈറ്റിസ് എന്ന രോഗം പിടിപെടുകയും ചെയ്തു. അമേരിക്കയിൽ ചികിത്സ ചെയ്യാൻ ഡോക്ടറെ കാണാനുള്ള ഇൻഷുറൻസോ മെഡിക്കൽ കവറേജോ എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോയപ്പം പ്രൈവറ്റ് ഇൻഷുറൻസ് ഒന്നും എടുത്തിരുന്നുമില്ല. കൂടാതെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ മാത്രമായിട്ടായിരുന്നു പോയിരുന്നത്. എന്നാൽ ഈ മരുന്നുകളൊന്നും കഴിച്ചിട്ടും ഒരു കുറവുമില്ലായിരുന്നു. ഈ സെറിബ്രൽ മെനഞ്ചൈറ്റിസ് എന്ന് പറയുമ്പോൾ തന്നെ അതികഠിനമായ തലവേദനയാണ്. എന്ത് കഴിച്ചാലും കുടിച്ചാലും ഉടനെ ഛർദ്ദിക്കും. വെളിച്ചത്തോട് പോലും നോക്കാൻ മേല, വെളിച്ചം കാണാനും പറ്റാത്ത അവസ്ഥ. ഇന്ത്യയിൽ വിവരം അറിയിച്ച് ഭാര്യയോട് എത്രയും പെട്ടെന്ന് എത്താൻ പറഞ്ഞാലും 3-4 ദിവസം എടുക്കും. എനിക്ക് ബൈ റോഡോ ബൈ എയറോ ഒരു സ്ഥലത്തോട്ടും ട്രാവൽ ചെയ്യാൻ യാതൊരു നിവൃത്തിയില്ല. അങ്ങനെ ഇരുന്ന് എൻ്റെ ഒരു പൂർവ്വകാല സുഹൃത്തിൻ്റെ കൂടെ ഒത്തിരി വിശ്വാസത്തോടു കൂടി sehion.org നിന്ന് മാറാനാഥ പ്രോഗ്രാമും അഭിഷേകാഗ്നി പ്രോഗ്രാമും എനിക്ക് കാണാനോ കേൾക്കാനോ ശ്രദ്ധിക്കാനോ യാതൊരു കഴിവുമില്ലായിരുന്നു. എങ്കിൽ പോലും ലാപ്ടോപ്പിൽ എൻ്റെ ബെഡിൻ്റെ സൈഡിൽ വെച്ച് അത് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ സുഹൃത്ത് എനിക്ക് വേണ്ടി അത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. വീട്ടിൽ മൈസൂർ വിളിച്ച് ഭാര്യയോട് പറയുകയും ഭാര്യയും ഒത്തിരി വിശ്വാസത്തോടു കൂടി ഈ പ്രോഗ്രാം കാണുകയും ഞങ്ങൾ മനസ്സിൽ എൻ്റെ സുഹൃത്ത് ഞാനും ഓർത്തു, ദൈവമേ ഈ രോഗത്തിൽ നിന്ന് എന്നെ വിടുവിക്കുകയാണെങ്കിൽ സെഹിയോനി വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞതിൻ്റെ അന്ന് തന്നെ ഒരു ചെറിയ കുറവ് കാണാൻ തുടങ്ങി. ഛർദി നിന്നു. 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും ലഭിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെപ്പോലെ ഇവിടെ അട്ടപ്പാടിക്കോ പെട്ടെന്ന് സെയ്യോനിലേക്കോ ഒന്നും വരാൻ പറ്റാത്ത വിധം അമേരിക്കയിൽ നോർത്ത് കരോളിന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇദ്ദേഹം രോഗിയായി അകപ്പെട്ടു പോയി. വെളിച്ചം കാണാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, മിണ്ടാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അകപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വിശ്വാസമുള്ള സുഹൃത്ത് ഇദ്ദേഹത്തിന് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്ത് ഒരു ലാപ്ടോപ്പ് കൊടുന്ന് വെബ്സൈറ്റിൽ നിന്ന് മാറാനാത്ത പ്രോഗ്രാം, അഭിഷേകാഗ്നി പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് കൂടെ പ്രാർത്ഥിച്ച് സാക്ഷ്യപ്പെടുത്തുക. അട്ടപ്പാടി പോയി ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാം, എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയാൽ, എൻ്റെ രോഗം ഒന്ന് മാറി കിട്ടിയാൽ അട്ടപ്പാടി പോയിട്ട് സാക്ഷ്യപ്പെടുത്താമെന്ന് അമേരിക്കയിൽ വെച്ച് ഇദ്ദേഹം നേർച്ച നേർന്നു. പ്രൈസ് ദി ലോർഡ്. ആ നേർച്ചയുടെ പൂർത്തീകരണമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്നത്. അന്ന് തൊട്ട് ശരീരത്തിൽ വ്യത്യാസം ഉണ്ടായി. പിന്നെ അങ്ങോട്ട് തുടർന്ന് എല്ലാ വാതിലുകളും തുറക്കപ്പെട്ട് കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ വൈതാനിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ പെരുമഴ പോൽ പെയ്യുന്നു അത്ഭുതം വിടുതൽ നീ ജനതയിൽ.